തൊടുപുഴയുടെ മണ്ണിൽ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ഉത്സവമാണ് കാഞ്ഞിരമറ്റത്തപ്പൻ്റെ ശിവരാത്രി മഹോത്സവം. കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും സഹകരിക്കുമ്പോഴാണ് അത് ഉത്സവമായി മാറുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിൽ കറണ്ടില്ലാത്തതാണ് വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിൽ വിവാദ പരാമർശങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ യഥാസ്ഥിതി ജനങ്ങളിൽ എത്തിക്കാനാണ് നാട്ടുരാജ്യം ഈ വാർത്ത ചെയ്യുന്നത്. ചെയർപേഴ്സൻ്റെയും വിവാദം ഉന്നയിച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്തിൻ്റെയും അഭിപ്രായമാണ് വാർത്തയായി നിങ്ങളുമായി പങ്കിടുന്നത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഭക്തജനങ്ങൾ കൂടുന്ന ശിവരാത്രി മഹോത്സവം എന്ന നിലയിൽ ലൈറ്റിൻ്റെ കുറവുകൾ പരിഹരിക്കുന്നതിന് BJP കൗൺസിലർമാർ നേരത്തെ നിവേദനം നൽകിയിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് കൗൺസിലർ അവരുടെ വാദവും ശക്തമായി ഉന്നയിച്ചു. ക്ഷേത്രം പരിസരങ്ങളിൽ മാത്രം പോരാ, അവർ പ്രതിദാനം ചെയ്യുന്ന വാർഡുകളിലെയും ലൈറ്റുകൾ മാറ്റണമെന്നായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റുകളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തരമായിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളാണ് ചെയർപേഴ്സണ് നടപ്പാക്കാൻ സാധ്യമാവുകയുള്ളൂ. ലൈറ്റിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് BJP കൗൺസിലർമാർ ഇല്ലാതെ പോയതാണ് പ്രശ്നത്തിന് കാരണം. ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചെയർപേഴ്സണെ പറ്റി കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചതോടെ ചെയർപേഴ്സൺ സ്ഥലം സന്ദർശിക്കാനും ലൈറ്റിൻ്റെ കുറവുകൾ നേരിട്ട് മനസ്സിലാക്കാനും ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പരിഹരിക്കപ്പെടാനും BJP കൗൺസിലറിൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്ന ഭാര്യയെ സന്ദർശിക്കാനുമായിരുന്നു കാഞ്ഞിരമറ്റത്തെത്തിയത്. എന്നാൽ നഗരസഭയിലെ ലൈറ്റില്ലാതെ ഉള്ള പ്രശ്നങ്ങൾ ദിനംപ്രതി വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യാദൃശ്യമായി ചെയർപേഴ്സണെ കണ്ടുമുട്ടിയപ്പോൾ ചെയർപേഴ്സൻ്റെ വാഹനം നിർത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണെന്നാണ് BJP തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് പറയുന്നത്. എന്നാൽ ഈ ഉത്സവം നടക്കുമ്പോൾ എൻ്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ മനസ്സിനെ വളരെ വേദനാജനകമായി എന്നാണ് ചെയർപേഴ്സൺ പറയുന്നത്. ചെറുപ്പം മുതലേ അമ്പലവുമായി സഹകരിച്ച പാരമ്പര്യമാണ് എനിക്കുള്ളത്. കൗൺസിലറെ നമസ്കാരം. ഉത്സവാശംസകൾ. ഇന്നലെ എന്തോ ഉത്സവ സ്ഥലത്ത് വെച്ച് എന്തൊക്കെ ഒരു കുപ്രചരണങ്ങളോ ഒക്കെ ഉണ്ടായി എന്ന് കേട്ടു. എന്താണ് യഥാർത്ഥ സംഭവം? ഞാൻ എൻ്റെ ചെറുപ്പനാൾ മുതൽ എൻ്റെ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ഞാൻ ഈ മഹോത്സവം. കാരണം കുമ്പപ്പരണി മഹോത്സവം ആ സമയത്ത് ഞാൻ കാഞ്ഞിരമറ്റത്ത് ആ ഭാഗത്തിലൂടെ പോകുമ്പോഴാണ് എൻ്റെ സഹപ്രവർത്തകയായിരുന്ന മുൻ കൗൺസിലർ തലകറങ്ങി വീണിട്ട് തലയ്ക്ക് 2 സ്റ്റിച്ച് ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട കൗൺസിലറായിരുന്ന രേണുക ചേച്ചിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് രാജശേഖരൻ ചേട്ടൻ ഞങ്ങളോടൊപ്പം കൗൺസിലിലെ അംഗമാണ്. അപ്പോൾ ഏറെ പ്രിയപ്പെട്ട എൻ്റെ കൗൺസിലറെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട്ടിൽ പോയത്. അത് വളരെ നിർഭാഗ്യവശാൽ അത് കുറേ ആളുകൾ വന്ന് എന്നെ തടയുകയും ഞാൻ അവിടെ വരുന്നത് വളരെ മോശമായി ചിത്രീകരിക്കുകയായിരുന്നു. എനിക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് അത്. എനിക്ക് മാനസിക വിഷമം ഇപ്പോഴും പറഞ്ഞു വരുമ്പോൾ കൂടി എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും അതൊക്കെ വളരെ മോശം ആയിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ പക്വത വിടാതെ തന്നെ ഞാൻ അദ്ദേഹത്തോട് സുഹൃത്തെ എന്ന് വിളിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചതെങ്കിൽ കൂടിയും വളരെ മോശം വാക്കുകളിലൂടെ അദ്ദേഹം എന്നെ പദപ്രയോഗം നടത്തി എന്നുള്ളത് പോലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതൊന്നും ഞാൻ ഈ മഹോത്സവം നടക്കുന്ന ഈ അവസരത്തിൽ ഞാനതൊന്നും ഒരു വിഷയമായി കാണുന്നില്ല. ഈ സന്തോഷം എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉത്സവം ഏറ്റവും നല്ല രീതിയിൽ പൂർണ്ണമാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യും. ഞാൻ രേണുക ചേച്ചിയെ കാണുന്നതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അതിലുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ മുനിസിപ്പൽ കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ ലൈറ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലതരത്തിലുള്ള അനാവശ്യ ചർച്ചകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ലൈറ്റുകൾ പൂർണ്ണമായും തെളിയുന്നുണ്ടോ, ഈ ഉത്സവത്തിൽ എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ലൈറ്റ് ഇടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗത്തിന് പോയപ്പോൾ ഞാൻ 3-4 ലൈറ്റുകൾ തെളിയാത്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു. അത് പിറ്റേ ദിവസം ഇടണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ അമ്പലവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ലൈറ്റുകൾ പിറ്റേ ദിവസം തന്നെ തെളിക്കുന്നതിനുള്ള സമീപനം ഞാൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ CPM പാർട്ടിയിൽ പ്രതിദാനം ചെയ്യുന്നുണ്ടെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് അവിഭാജ്യ ബന്ധങ്ങളാണുള്ളത്. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ഗരുഡൻ തൂക്കം പോകുമ്പോൾ ആർപ്പ് വിളിച്ച് ക്ഷേത്രത്തിൽ എത്താറുള്ളതാണ് എൻ്റെ ചെറുപ്പകാലത്തെ ശീലം. അതുകൊണ്ട് ഞാൻ കൗൺസിലറായി ഇരിക്കുന്നതോളം കാലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് അനുകൂലമായ നിലപാടുകളാണ് ഞാൻ സ്വീകരിക്കുകയുള്ളൂ. BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് നമ്മളോടൊപ്പം. നമ്മൾ
ഈ കറണ്ടിൻ്റെ പോരായ്മകൾ പെടുത്തി കാഞ്ഞിരമറ്റം ആ വാർഡുകളുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാർ നിവേദനം കൊടുത്തു, ചർച്ചയായിരുന്നു. പക്ഷേ അത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാർ അത് അവരുടെ വാർഡിലും അവരുടെ നോയമ്പൊക്കെ വരുവാണ്, അവർക്കും കൂടെ അത് അവകാശപ്പെട്ടതാണ്. ലൈറ്റോ ഇതെല്ലാം ഒന്നിച്ച് നടത്തിയാൽ മതി എന്നൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ പേരിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നമ്മുടെ കൗൺസിലർമാർ അത് പങ്കെടുത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു കുഴപ്പവും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അവർ നേരിട്ട് വന്ന് കാര്യങ്ങൾ പരിഹരിക്കാനാണ് ഉത്സവമായിട്ട് അവർ തുടങ്ങിയതെന്നാണ് അവരുടെ വാദം. ശരി, എനിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലായിരുന്നില്ല ഈ ചർച്ച നടന്നത്. മുനിസിപ്പൽ കൗൺസിൽ മീറ്റിങ്ങിൽ വെച്ചിട്ടായിരുന്നു ലീഗിൻ്റെ കൗൺസിലർ അദ്ദേഹം നോയമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അവർക്കും വഴിവിളക്ക് ആവശ്യമുണ്ടെന്ന് 100% അംഗീകരിക്കുന്ന കാര്യമാണ്. അവരുടെയും എല്ലാ മതസ്ഥർക്കും തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ മതസ്ഥർക്കും അവരുടെ അർഹിക്കുന്ന പരിഗണന കൊടുക്കണമെന്ന് തന്നെ BJPയുടെ ആഗ്രഹവും BJP അതിനുവേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനവുമാണ്. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം ഈ 26-ാം തീയതി മഹാശിവരാത്രി എന്ന് പറയുന്ന വലിയ ഉത്സവം, 10,000-കണക്കിന് ഭക്തജനങ്ങൾ, 10,000-കണക്കിന് ഹിന്ദു ഭക്തജനങ്ങൾ അവരവരുടെ പിതൃതർപ്പണത്തിന് വേണ്ടി നൊയമ്പ് നോക്കി ഒരു ദിവസത്തെ അന്നം മാറ്റിവെച്ചുകൊണ്ട്, അരിയാഹാരം കഴിക്കാതെ മാറ്റിവെച്ച് വളരെ വ്രതശുദ്ധിയോടെ വളരെ പവിത്രമായി കാണുന്ന മഹാശിവരാത്രി ദിവസം അന്ന് അവർ അത്രമാത്രം കഷ്ടപ്പെട്ട് ആ ക്ഷേത്രത്തിൽ വന്ന് അവരുടെ ആചാരം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് വരുന്ന ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ സമയത്തും നഗരസഭയിൽ ഇപ്പോൾ ടൗൺ പള്ളിയിൽ പെരുന്നാളിൻ്റെ സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അതിന് പ്രിഫറൻസ് കൊടുത്ത് അവിടുത്തെ സ്റ്റേറ്റ് മാറാറുണ്ട്. എല്ലാ മതസ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പാർലമെന്ററി പാർട്ടി ലീഡറായ PS രാജൻ ഈ 2 ക്ഷേത്രത്തിലും നടക്കുന്ന ശിവരാത്രിയുമായി ബന്ധപ്പെട്ടത് മാറാൻ ആവശ്യപ്പെട്ടത്, അത് അംഗീകരിക്കുകയും ചെയ്തത്. പക്ഷേ ചെയർപേഴ്സൺ പറയുന്ന അനുസരിച്ച് അവിടെ മുൻ കൗൺസിലറുടെ ഭാര്യയെ കാണാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരുവിധ അനുഭവവും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ അവർ വന്നത് CPMൻ്റെ നേതാവുമായിട്ട്, കാരിക്കോടുള്ള CPMൻ്റെ നേതാവിൻ്റെ കൂടെയായിരുന്നു അവിടെ ക്ഷേത്രത്തിനടുത്ത് അവർ വന്നത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ് ഈ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എന്തോ കാര്യം അന്വേഷിക്കാം. എന്ത് കാര്യമാണ് അന്വേഷിക്കുന്നതിനെ പറ്റി അവർക്ക് വ്യക്തതയില്ല. നിലവിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായി മുനിസിപ്പാലിറ്റിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം ആ സ്ട്രീറ്റ് ലൈറ്റുകൾ മാറിക്കൊടുത്തുകൊണ്ട് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യവും ഒരുക്കുന്നതിന് സഹായം ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചേട്ടൻ ചോദിച്ച പോലെ, അല്ലെങ്കിൽ ചെയർപേഴ്സൺ തന്നെ പല സ്ഥലത്തും പറയുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു, ലീഗിൻ്റെ കൗൺസിലർമാരാണ് ഈ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് 20 മുതൽ 24 വരെയുള്ള വാർഡുകളിലെ സ്ട്രീറ്റ് ലൈറ്റ് മാറുന്ന തീരുമാനത്തെ അട്ടിമറിച്ചത് തൊടുപുഴ നഗരസഭയിലെ ലീഗിൻ്റെ കൗൺസിലർമാരാണ് എന്ന് ചെയർപേഴ്സൺ പല സ്ഥലങ്ങളിലും പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. 10,000-കണക്കിന് ഹിന്ദു ഭക്തജനങ്ങൾ അവരുടെ ആ ഭക്തിയോടെ അവർ ആ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തെ, ആ ഹിന്ദുവിൻ്റെ ആചാരത്തെ തകർക്കാൻ ഇവിടുത്തെ ലീഗിൻ്റെ കൗൺസിലർമാർ ശ്രദ്ധിക്കുമ്പോൾ ആ ലീഗിൻ്റെ കൗൺസിലർമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലപാടാണോ CPMൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള സബീന ബിഞ്ചിനുള്ളതെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ വളരെ നല്ല ഗുണകരമായ കാര്യമായിരുന്നു. ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് തൊടുപുഴ പട്ടണത്തിൽ പെൻഡിംഗ് ആയി കിടക്കുന്നത്. മാർച്ചിന് മുമ്പ് ഇതെല്ലാം പൂർത്തീകരിക്കാതെ ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും കൂടിയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ കക്ഷി രാഷ്ട്രീയ മതം വിവേചനം കാണിക്കാതെ നാടിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കൗൺസിലർമാരുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ് തൊടുപുഴയ്ക്ക് ആവശ്യം. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യം ന്യൂസ്.